പുത്തൻപുരക്കിലേക്ക് അമ്മയും മകളും തിരികെ എത്തുമ്പോൾ വിജയനുണ്ടായിരുന്നു ആ ഉമ്മർത്ത്. വിജയേട്ടൻ എപ്പോ വന്നു? അയാളെ കാണാൻ മനസ്സിൽ അനിഷ്ടം നിറഞ്ഞെങ്കിലും അത് പുറത്തു കാണിക്കാതെ തിരക്കി ഭാമ. വന്നിട്ട് കുറെ ചേർന്ന നേരമായി. അമ്മ പറഞ്ഞു നിങ്ങൾ മൂന്നാളും കൂടെ അപ്പുനെ കാണാൻ പോയതാണെന്ന്. അവൻ എന്താ പറഞ്ഞേ? കല്യാണത്തിന് അവന് സമ്മതാണോ? കൗശലം നിറഞ്ഞൊരു ചീച്ചോടെ അയാൾ ഭാമയെ നോക്കി. അച്ഛാ, ദിവ്യ അയാളെ വിളിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഭാമയിൽ നിന്ന് മുഖം തിരിച്ച് ദിവ്യയെ നോക്കി. എന്താ മോളെ? തല താഴ്ത്തി മാറി നിൽക്കുന്ന ദീപ്തി ഒന്ന് നോക്കിയിട്ട് അയാൾ ദിവ്യയോട് തിരക്കി. ഇനി ചേച്ചി അപ്പുവേട്ടനെ വിവാഹം കഴിക്കുന്ന കാര്യം പറയില്ല അച്ഛാ. ചേച്ചിക്കിപ്പോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്ത പോലും തെറ്റായിരുന്നെന്ന് ഇപ്പം ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞ സത്യങ്ങൾ ഉള്ള നോവിക്കുന്നുണ്ടെങ്കിലും മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ടാണ് ദിവ്യ അത് പറഞ്ഞത്. അതെന്താ ഇപ്പൊ വേണ്ടാത്തത്? ഇന്നലെ കൂടെ അപ്പുവിനെ വേണമെന്നും പറഞ്ഞ് കരഞ്ഞവൾക്ക് ഇപ്പോ അവനെ വേണ്ടെന്ന് പറയാൻ എന്താ കാര്യം? കൂർമ്മതയുടെ അയാൾ ചോദിക്കെ അമ്മയും മകളും മുഖത്തോടെ മുഖം നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ദീപ മിണ്ടാതെ നിൽക്കുന്ന അവളെ ഉറക്കെ വിളിച്ചു അയാൾ. എന്താ എന്താച്ചാ? നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചുകൊണ്ട് അയാൾക്ക് അടുത്തേക്ക് നീങ്ങിന്നു ദീപ. നിനക്ക് എന്താ ഇപ്പൊ അപ്പുവിനെ വേണ്ടേ? ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റ് അയാൾ അവൾ താർപ്പിച്ച് നോക്കി ചോദിച്ചു. അത് വേണ്ടച്ച. അപ്പുവേട്ടൻ ഏട്ടൻ എന്നെ അങ്ങനെ കണ്ടിട്ടിരുന്ന് പറയുമ്പോ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അയാളുടെ മുഖത്ത് നോക്കാതെ നിന്ന് ഇടറെ ശബ്ദത്തിൽ പറഞ്ഞു ദീപ. ഓ അങ്ങനെ. അപ്പോ ഒറ്റ ദിവസം കൊണ്ട് എന്റെ മോളുടെ മനസ്സങ്ങ് മാറ്റി അല്ലെ ബാമേ? അപ്പോ ഇല്ലെങ്കിൽ ചത്തു പോക്കുമെന്ന് പറഞ്ഞവൾക്കിപ്പോ അവന് വേണ്ടെന്ന് പറയാൻ തോന്നാനുള്ള കാണും. എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. നടക്കട്ടെ. ഈ കളി ഏതുവരെ പോകുമെന്ന് എനിക്കൊന്നറിയണം. പുച്ഛത്തോടെ അമ്മയുടെയും മക്കളുടെയും നോക്കി പറഞ്ഞിട്ട് അയാൾ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. അച്ഛൻ പറഞ്ഞു കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, അതിങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ചെന്ന് വേഷം മാറാൻ നോക്കി രണ്ടാളും. അയാൾ പോയ വഴി നോക്കി നിന്ന മക്കളോട് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അടുത്തേക്ക് പോയി ഭാമ. അച്ഛന് സങ്കടമായെന്ന് തോന്നുന്നു. മുറിയിലേക്ക് കയറി ബെഡിലിരുന്നുകൊണ്ട് ദീപ വല്ലായ്മയോടെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ അത് സങ്കടം കൊണ്ടാണെന്നാണോ ചേച്ചിക്ക് തോന്നിയത്? എന്നാൽ എനിക്ക് തോന്നിയത് അങ്ങനെയല്ല. ഈ വിവാഹം നടത്താൻ അച്ഛൻ എന്തും ചെയ്യുമെന്ന പോലെയാണ്. ഇവിടെ ചേച്ചി വേണം അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ. അറിയാലോ അപ്പുവേട്ടന്റെ സ്വഭാവം. ദേഷ്യം വന്ന പിന്നെ കണ്ണ് കാണില്ല ആൾക്ക്. പണ്ട് കോളേജിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്നുള്ളതൊക്കെ ചേച്ചി തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ അരുണിനെ ഏതവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് അറിയാലോ. അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു ഒരു പൊടിക്കൊതുങ്ങാൻ. ദീപിക്ക് നേരെ കൂർത്തൊരു നോട്ടത്തോടെ ദിവ്യ പറഞ്ഞു. അത് അച്ഛൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. നീ വെറുതെ എന്റെ അച്ഛനെ കുറ്റം പറയണ്ട. ദീപയ്ക്ക് എന്തോ ദിവ്യ അച്ഛനെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടമാവാതെ പറഞ്ഞു. എന്നാൽ ദീപ പറഞ്ഞ എന്റെ അച്ഛൻ എന്ന വാക്കിൽ കുടുങ്ങി കണ്ണും നിറച്ചു ദിവ്യ. രാത്രി അത്താഴത്തിന് ശേഷം ഹാൾ കുഞ്ഞിപ്പെണ്ണിന്റെ കളിയിൽ നോക്കിയിരിക്കുകയായിരുന്നു. ഉഷേർഡായിട്ടാണ് സുഭാഷിന് ദീപയോടുള്ള ഇഷ്ടം അപ്പു പറയുന്നത്. നീ പറഞ്ഞത് സത്യമാണോ അപ്പു? ശരിക്കും സുഭാഷിന് ദീപ ഇഷ്ടമാണോ? സത്യമാണമ്മേ. ഇന്നും ഇന്നലെയും തുടങ്ങി ഇഷ്ടമില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തോ മറ്റോ ആണ് അവൻ എന്നോട് ഈ കാര്യം പറയുന്നത്. സന്തോഷത്തോടെയാണ് അപ്പു അത് പറഞ്ഞത്. ദീപയെ പോലെ അവന് ജോലിയുണ്ട്. നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഭാമ വന്നപ്പോ ഞാനിത് പറയായിരുന്നു. വിജയനോട് കൂടെ ആലോചിച്ചിട്ട് പെട്ടെന്ന് നടത്താൻ പറയാമായിരുന്നു. ഉഷയ്ക്ക് അതിൽ വല്ലാത്തൊരു താല്പര്യം തോന്നി. അതൊക്കെ പറയാൻ ഉറപ്പിച്ചിരിക്കുമ്പോ അല്ലേ ഇടിവിട്ട് പോലെ കല്യാണാലോചനയുമായിട്ട് അച്ഛനും മോളും കൂടെ വന്നത്. അത് പറയുമ്പോ അപ്പുവിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അതൊക്കെ പിള്ളേരുടെ അറിവില്ലായ്മയാണ്. അതൊക്കെ അവർക്ക് മനസ്സിലായത് കൊണ്ടല്ലേ അപ്പോ അവർ മാപ്പ് പറഞ്ഞത്. ഇനി നീ ഈ കാര്യം പറഞ്ഞ അതും കൂടെ മൊഷിയരുത്. അവരെ സമാധാനിപ്പിച്ചുകൊണ്ടെന്ന പോലെ ഉഷ പറഞ്ഞു. എനിക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ നാടകവുമായിട്ട് വന്ന അയാളോടാണ് എനിക്ക് ദേഷ്യം. പിന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എന്റെ ദിവ്യക്കുട്ടിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അത് അവൾ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിലത്ത് വിരിച്ച ഷീറ്റിൽ കൈയും കാലും ഇളക്കി കളിക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ അരികിൽ ചേർന്ന് കിടന്നുകൊണ്ട് അപ്പു പറയുമ്പോൾ ആ വാക്കുകളിൽ ആദ്യം പറഞ്ഞതിൽ ദേഷ്യവും അവസാനം പറഞ്ഞതിൽ സങ്കടവും നിറഞ്ഞിരുന്നു. കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിച്ചുകൊണ്ടുള്ള അപ്പുവിന്റെ കിടപ്പ് നോക്കി അല്പനേരം അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞത് ശിവ ഉറക്കം വന്നതോടെ മെല്ലെ എഴുന്നേറ്റ് കിടക്കാനായി മുറിയിലേക്ക് പോയി. അപ്പു. ശിവ പോയത് മൂഷ പതിയെ വിളിച്ചു. ശിവ പോന്ന് നോക്കി കിടന്നവൻ എന്ന പോലെ മെല്ലെ മുഖം ചിരിച്ച് അവനെ നോക്കി. നിത്യയുടെ കല്യാണം തീരുമാനിച്ചു അല്ലേ? അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് ഉഷ ചോദിച്ചത്. അവൻ അതിലൊന്നും മൂളി. ഇനി എന്താ നിന്റെ കാര്യം? ഇനിയും നീയത് അവളോട് തുറന്നു പറയാതിരുന്നാൽ എങ്ങനെയാണ് മോനെ? ഇപ്പോഴൊന്നും പറയണ്ടമ്മ. അവൾക്ക് എന്നെപ്പോലെ ഒരാളെ ചിലപ്പോ ആലോചിക്കാൻ പോലും പറ്റില്ലായിരിക്കും. തൽക്കാലം ഇങ്ങനെ പോട്ടെ.
അവൾക്ക് എനിക്ക് വിധിച്ചതാണെങ്കിൽ ഏത് വിധേനയും എന്നിലേക്ക് തന്നെ വന്നു ചേരും. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. നീങ്ങി വന്ന ഉഷയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവൻ കുഞ്ഞിപ്പെണ്ണെ എടുത്ത് നെഞ്ചിൽ കിടത്തിയിട്ടാണ് പറഞ്ഞത്, എത്ര എത്ര കാലം കാത്തിരിക്കും അപ്പു നീ? ആ കാത്തിരിപ്പിനിടെ അവളുടെ മനസ്സിൽ ആരെങ്കിലും കടന്നുകൂടിയാൽ അങ്ങനെ വന്നാ നീ എന്തു ചെയ്യും മോനെ? ചോദിക്കുമ്പോൾ ഉഷയ്ക്ക് സങ്കടം വന്നു പോയി. ഇനി ഒരിക്കലും അവൾ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പിച്ചിരുന്നതല്ലേ അമ്മേ? അന്നും ഞാൻ ജീവിച്ചില്ലേ, അതുപോലെ നമുക്കങ്ങ് കഴിയാം. എന്റെ മനസ്സിൽ കുഞ്ഞുനാളിൽ എപ്പോഴോ അവളോട് തോന്നിയ ഇഷ്ടം അത് വളർന്ന് പ്രണയമായി മാറി എന്നൊക്കെ പറഞ്ഞു ചെന്നാൽ അത് വേണ്ട. എന്നേലും അവൾ എന്നിലേക്ക് വന്നാൽ അന്നറിഞ്ഞാൽ മതി എന്റെ ഇഷ്ടം. പുഞ്ചിരിയിലാണ് പറയുന്നതെങ്കിലും വർഷങ്ങളായി നെഞ്ചിൽ നീട്ടുന്ന പറയാൻ കഴിയാതെ പോയ പ്രണയത്തിന്റെ നോവ് ആവോളം ഉണ്ടായിരുന്നു അവന്റെ മുഖത്തും വാക്കുകളിലും. അവന്റെ ആ വർത്തമാനം കേൾക്കെ ഉഷയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു പോയി. അപ്പുമോനെ, അവർ ആ വേദനയോടെ തന്നെ അവനെ വിളിച്ചു. എനിക്ക് സങ്കടമൊന്നുമില്ല അമ്മ, അമ്മ വിഷമിക്കരുത്. എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണു നിറഞ്ഞത് ഇഷ്ടമല്ലെന്ന് അറിയുന്നതല്ലേ? അവരുടെ കവളിലെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ടാണ് അപ്പു അത് പറഞ്ഞത്. നീ അവൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് അമ്മയ്ക്ക് കാണണപ്പോ. ആ ഒരാഗ്രഹം മാത്രമേ എനിക്കിനി ജന്മമുള്ളൂ. അവനെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഉഷ. അത് കൊള്ളാലോ. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കല്യാണം മാത്രം കണ്ടാൽ മതിയോ? എൻ്റെ കുഞ്ഞുങ്ങളെ കാണണ്ടേ? കുസൃതി ചിരിയുടെ അപ്പു തിരക്കി. അതൊക്കെയുണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും ആഗ്രഹം നിന്റെ വിവാഹം. അത് നീ ആഗ്രഹിച്ച പെൺകുട്ടിക്കൊപ്പം. അത് എൻ്റെ ആഗ്രഹം മാത്രമല്ല, പ്രാർത്ഥനയുമാണ്. ആ ആഗ്രഹങ്ങളിലും പ്രാർത്ഥനയിലുമൊക്കെ നീ നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടപ്പോ. അവൻ്റെ ചിരിയിലേക്ക് നോക്കി മനസ്സ് നിറഞ്ഞാണ് ഉഷ പറഞ്ഞത്. എല്ലാം നടക്കുമേ. ഈ ജന്മം അവളെ എനിക്ക് കിട്ടില്ലെന്ന് കരുതിയിടത്തു നിന്നും ചിലപ്പോൾ കിട്ടിയേക്കുമെന്ന സ്ഥിതിയിൽ എത്തിയില്ലേ? ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം നന്നായി നടക്കുമെന്ന്. കുഞ്ഞിപ്പെണ്ണിന് നിറകിൽ മെല്ലെ ഒന്ന് ചുണ്ടു ചേർത്തുകൊണ്ട് അപ്പു പറയേ, അവന്റെ ആഗ്രഹം പോലെ അവന്റെ പ്രാണനായ ആ പെൺകുട്ടിക്കൊപ്പം സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം അവന് കിട്ടണമെന്നായിരുന്നു ഉഷ ആ നിമിഷം മനസ്സുരുകി മഹാദേവനോട് കേണത്. അന്ന് വൈകിട്ട് എന്നത്തെയും പോലെ ജംഗ്ഷനിൽ വന്ന് ബസ് ഇറങ്ങി ദീപ. ബസ് സ്റ്റോപ്പിൽ ആളിറങ്ങി മുന്നോട്ടെടുത്തതും മറുഭാഗത്ത് നിന്ന് വിജയൻ അവൾക്കടുത്തേക്ക് ഓടി വന്നു. അച്ഛൻ എന്താ ഇവിടെ നിൽക്കുന്നേ? ചായ കുടിക്കാൻ വന്നതാണോ? പതിവില്ലാതെ അച്ഛനെ അവിടെ കണ്ട ആക്ഷേപത്തിൽ അവൾ തിരക്കി. അച്ഛൻ മോളെ കാത്തു നിന്നാണ്. ഇന്നെന്താ ബസ് വൈകിയോ? പതിവിലും കുറച്ച് താമസിച്ചോ? കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടാണ് അയാൾ ചോദിച്ചത്. സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ ഒരല്പം താമസിച്ചു, അതുകൊണ്ട് തന്നെ പതിവ് ബസ്സും കിട്ടിയില്ല. അച്ഛനോടൊപ്പം നടക്കുന്നിടയിൽ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. മോളെ, അച്ഛന് നിന്നോട് സംസാരിക്കാനുണ്ട്. വീട്ടിലിപ്പോ അതിനുള്ള സാഹചര്യമില്ല, അതുകൊണ്ടാണ് ഇവിടെ അച്ഛൻ കാത്തുന്നത്. സന്തോഷത്തോടെ തനിക്കൊപ്പം നടക്കുന്നവളോട് പറഞ്ഞു വിജയൻ. എന്താ അച്ഛൻ പറയാനുള്ളത്? അപ്പുവിന്റെ കാര്യമാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും അറിയാത്ത മട്ടിൽ തിരക്കി അവള്. കാര്യമൊക്കെ മോൾക്കറിയാം. ഭാമയുടെ വാക്കുകേട്ട് നീ അപ്പുവിനെ വിട്ടുകളയാൻ തീരുമാനിച്ചോ ദീപു? അയാൾ നയത്തിൽ ചോദിച്ചു. അച്ഛാ, അത് ദീപുവേട്ടൻ എന്നോട് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതുമല്ല, എനിക്കതിനുള്ള അർഹതയില്ലെന്നൊരു തോന്നൽ. ഞാൻ അവരുടെ ബാക്കി പറയാനാവാതെ വിങ്ങരുടെ നിർത്തി കളഞ്ഞു ദീപ. എനിക്ക് മനസ്സിലായി, അവൾ ആ ഭാമ നിങ്ങൾക്ക് മുന്നിൽ എല്ലാം കുടഞ്ഞിട്ടുവെന്ന്. എനിക്കവൾ വാക്ക് തന്നിരുന്നതാണ്, ഒരിക്കലും നീ ഇതൊന്നും അറിയില്ലെന്ന്. എന്നിട്ടിപ്പോ പല്ല് കടിച്ചു ദേഷ്യം അടക്കി പറഞ്ഞു അയാൾ. ഒന്നും വേണ്ട അച്ഛ, അമ്മയൊന്നും പറയുകയും വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഞാനും ദിവ്യയും അമ്മയുടെ ആരും അല്ലാഞ്ഞിട്ടും ഈ കഴിഞ്ഞ ദിവസം വരെയും അങ്ങനെ ഒരു സംശയം പോലും ഞങ്ങൾക്കുണ്ടാകുന്ന വിധത്തിൽ അമ്മ പെരുമാറിയിട്ടില്ല. ദീപം മെല്ലെയാണ് പറഞ്ഞത്. അതുകൊണ്ട് നിനക്കിനി അപ്പുവിനെ വേണ്ടെന്നാണോ? അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് അയാൾ തിരക്കി. എനിക്ക് അതിനുള്ള എന്ത് യോഗ്യതയുണ്ടച്ചാ? അത് മാത്രല്ല, അപ്പുവേട്ടന് ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ളപ്പോ ഇനി ഞാൻ നിർബന്ധം പിടിച്ച ആളെ നേടിയാലും എന്നെ സ്നേഹിക്കുന്ന ഉറപ്പുണ്ടോ? അതുകൊണ്ടൊന്നും വേണ്ട. നിറഞ്ഞ കണ്ണുകൾ അയാളിൽ നിന്ന് മോളിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നിനക്കവനെ മറക്കാൻ പറ്റില്ല ദീപു. നിറഞ്ഞൊഴുകുന്ന നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട് അവനോടുള്ള നിന്റെ ഇഷ്ടം. ആ ഇഷ്ടം എന്ത് വില കൊടുത്ത് മച്ച നേടിത്തരും നിനക്ക്. അവളുടെ കവൾ തുടച്ചു കൊടുത്തിട്ട് അയാൾ പറഞ്ഞു. വേണ്ടച്ച, എനിക്കൊന്നും ആരെയും വേണ്ട, പ്രത്യേകിച്ച് അമ്മയെ വേദനിപ്പിച്ചുകൊണ്ടൊന്നും. അയാളുടെ കൈ പിടിച്ചെന്ന് അവൾ വീണ്ടും പറഞ്ഞു. എന്നാ പിന്നെ നിന്റെ അമ്മ അപ്പുവിനെ ദിവ്യക്ക് നേടിക്കൊടുക്കട്ടെ. അതാണല്ലോ അമ്മയുടെയും മോളുടെയും ആഗ്രഹം. ഇല്ല അച്ഛ, അങ്ങനെയൊന്നുമില്ല. ദിവ്യ അവൾക്ക് അപ്പുവേട്ടൻ സ്വന്തം ഏട്ടനാണ്. എനിക്കറിയാം, അവൾ എത്രയോ വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞ കേട്ട് വെപ്രാളത്തോടെയാണ് ദീപ പറഞ്ഞത്. നീ അങ്ങനെ വിശ്വസിച്ചിരുന്നോ? നിനക്ക് മുന്നിൽ നിന്ന് ആരാരും ഇല്ലാത്ത ആ അനാഥ പെണ്ണെ അവൻ താലി കെട്ടുമ്പോഴും എൻ്റെ മോള് തന്നെ പറയണം. നിന്റെ കണ്ണുനീർ കാണാൻ അച്ഛന് വയ്യ. ഇനി അച്ഛൻ ഇതേപ്പറ്റി നിന്നോടൊന്നും പറയില്ല. ദീപയുടെ അതുവരെയുള്ള തീരുമാനം തകർക്കാൻ പാകത്തിന് പറഞ്ഞു നിർത്തിയ അയാൾ
വിജയന്റെ വാക്കുകൾ പതറിപ്പോയ ദീപ അയാളെ തുറച്ചു നോക്കി നിന്നു. അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാ. ഞങ്ങൾക്ക് രണ്ടാൾക്കും അപ്പുവേട്ടൻ സഹോദരനാണെന്ന് പറഞ്ഞാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. ആ അമ്മ ഒരിക്കലും അത് ചെയ്യില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു പൊട്ടച്ചിന്ത വന്നു പോയത് എൻ്റെ തെറ്റ്. ഇനി അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ലേ. നിറഞ്ഞുപോയ കണ്ണുകൾ തുടച്ചുകൊണ്ട് ദീപ പറയെ വിജയൻ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ദേഷ്യം അടക്കി അവളെ നോക്കി. ദീപു, നീ എൻ്റെ മോളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വേണം നീ വിശ്വസിക്കാൻ, അനുസരിക്കാൻ. ഭാമയും ദിവ്യയും ചേർന്ന് നിന്നെ ചതിക്കാം. നീ നോക്കിക്കോ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ നെഞ്ചിന്റെ നീട്ടിയെങ്കിലും അയാൾ പരുക്കനായി പറഞ്ഞു. അച്ഛാ, ദിവ്യ അവൾ പാവാണ് അച്ഛാ. അച്ഛനെയും എന്നെയും അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരു പക്ഷെ അമ്മയേക്കാൾ അവൾ സ്നേഹിക്കുന്നത് അച്ഛനെയാണ്. എന്നിട്ടാണ് അവളെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇന്നലെ കൂടെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെന്നറിയാതെ പറഞ്ഞു പോയി. അന്നേരം കണ്ണു നിറച്ച് എന്നെ നോക്കിയെന്നൊരു നിൽപ്പുണ്ട് അവൾ. അയാളെന്ന് നോക്കിക്കൊണ്ട് പറയെ ദിവ്യയിലുള്ള ഇഷ്ടം അവളുടെ വാക്കുകളിൽ നിറഞ്ഞു. എന്നാ പിന്നെ നിന്റെ ആരുമല്ലാത്ത ആ അമ്മയും മോളെയും സ്നേഹിച്ചു നിന്നോ? അവനെ നീ ആഗ്രഹിച്ച ആ അപ്പുനെ അവൾക്ക് കിട്ടുമ്പോഴും നിനക്ക് ഈ സ്നേഹം അവളോടുണ്ടാവണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുമല്ല, അപ്പുവേട്ടന് ഒരു പ്രണയമുണ്ടെന്ന് അമ്മമ്മയും പറയുന്നുണ്ടല്ലോ. അതൊരിക്കലും ദിവ്യയാണ് തോന്നുന്നില്ല. അയാൾ ഉറപ്പിച്ച് പറയുന്ന കേൾക്കെ ഉള്ളിൽ സംശയത്തിന് ചെറിയൊരു പൊട്ടു വീണെങ്കിലും ദുർബലമായി എതിർത്ത് ദീപ. ശരി, ദിവ്യ അല്ലെങ്കിൽ വേണ്ട, നിനക്ക് അപ്പുനെ വേണ്ടെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അയാൾ കൗശലത്തോടെ വീണ്ടും തിരക്കി. അച്ഛാ, അത് അയാളുടെ ചോദ്യത്തിന് അവൾക്ക് ഉറച്ചൊരു മറുപടി പറയാനായില്ല. പറയേ, നിനക്ക് അവനെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. എന്തേ പറ്റുമോ? അവൾക്ക് മുന്നിൽ കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു വിജയൻ. വേണ്ടച്ച, ഉടനെ ഒരു വിവാഹം അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ചു കഴിഞ്ഞ് നോക്കാം. കുനിഞ്ഞു പോയ മുഖത്തോടെ പറയുമ്പോൾ അവൾക്ക് അപ്പുവിന് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ദീപു, മോൾക്ക് അവനെ മറക്കാനോ വേണ്ടെന്ന് വെക്കാനോ കഴിയില്ലെന്ന് അച്ഛനറിയാം. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്. നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് അവനെ നേടാൻ പറ്റുമെന്ന്. നിനക്കറിയോ എന്നെനിക്കറിയില്ല. നിന്റെ അമ്മയുടെ അമ്മ അവരുണ്ടല്ലോ, ആ വീടും 1 ഏക്കറോളം വരുന്ന സ്ഥലവും അപ്പുവിൻ്റെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ അവിടെ തറവാട്ടിൽ നിന്ന് കിട്ടിയ വീട്, കടമുറി, പാടം അതൊക്കെ എത്രയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതിൽ ഒരു കടമുറിയും പാടത്തിന് 4-1 മാത്രമേ ഭാമയുടെ പേരുള്ളൂ. അത് മാത്രം നിനക്കായിട്ട് കിട്ടും. ബാക്കിയൊക്കെ അപ്പുവിനും ദിവ്യയ്ക്കും. ഞാൻ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ കല്യാണ സമയത്ത് ഭാമയ്ക്ക് തന്ന സ്വർണത്തിന് കണക്കെടുത്തിരുന്നതള്ള. നീയും അപ്പവും കല്യാണം കഴിക്കുവാണെങ്കിൽ ഈ സ്വത്തൊക്കെ നിനക്കും കൂടെ അല്ലേ കിട്ടുന്നത്? ഇതൊക്കെ ഓർത്ത് കണക്ക് കൂട്ടിയാണ് അച്ഛൻ പറയുന്നത്. എൻ്റെ മോള് ഒരു രാജകുമാരിയെ ജീവിക്കുന്നത് കാണാനുള്ള കൊതിയുണ്ട് അച്ഛന്. വിജയൻ പറഞ്ഞതൊക്കെ മിണ്ടാതെ നിന്ന് കേട്ടിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ അതൊക്കെ ഓർത്ത് എന്തൊക്കെയോ കണക്ക് കൂട്ടൽ നടത്തുകയായിരുന്നു ദീപ. എന്നത്തേക്കാണ് വിമലെ ഡേറ്റ് എടുത്തത്? കല്യാണത്തിന് ഡേറ്റ് നോക്കാൻ പോയി വന്നവരുടെ ആകാംക്ഷയുടെ തിരക്കി താരാ. ഈ മാസം 30-ാം തീയതിയാണല്ലോ കുറിച്ച് കിട്ടിയ ഡേറ്റ്. വിമൽ പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് അവരെ ചേർത്ത് പിടിച്ചു. അതൊരുപാട് നേരത്തെയായി പോയില്ലേ മോനെ? ഇനിയിപ്പോ 10-20 ദിവസമല്ലേ ഉള്ളൂ. അവർ ആശങ്കയുടെ മകനെ നോക്കി. എൻ്റെ അമ്മ, ഇത്രയും ദിവസം തന്നെ ധാരാളമാണ്. ചെറിയ രീതിയിൽ ഒരു താലി കെട്ട്, അത് കഴിഞ്ഞ് നമുക്ക് 2 കൂട്ടർക്കും ചേർന്ന് ഒതേലിയിൽ വെച്ച് ഗ്രാൻഡായിട്ട് റിസപ്ഷൻ നടത്താം. സന്തോഷം കൊണ്ടിടുന്ന ശബ്ദത്തിലാണ് വിമൽ പറഞ്ഞത്. ഈ വിവാഹം നടക്കുന്നതിൽ അവൻ അത്രയേറെ സന്തോഷവാനാണെന്ന് തോന്നി താരയ്ക്ക്. നിനക്ക് കാർത്തിക്കുമായിട്ടുള്ള നിത്യയുടെ ബന്ധം ഒട്ടും ഇഷ്ടമായിരുന്നില്ല അല്ലെ മോനെ? വിമലിന്റെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ അത് ചോദിച്ചത്. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ? നേരത്തെ ഒരു ചീറ്റോടെ വിമൽ തിരക്കി. ആ മോനെ, എനിക്കിഷ്ടമായിരുന്നു. സ്നേഹമുള്ളവനാണ്, ബന്ധങ്ങളുടെ വില അറിയുന്നവൻ. അവനെപ്പോലെ ഒരാളുടെ കൂടെ നിത്യ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് തോന്നിയിരുന്നു. പക്ഷേ അവർ വിഷമത്തോടെ നിർത്തിക്കളഞ്ഞു. എനിക്കും ഇഷ്ടമാണ് കാർത്തികിനെ. അമ്മ പറഞ്ഞ പോലെ സ്നേഹമുള്ളവൻ, അവനും പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ സഹിക്കാൻ കഴിയാത്തവൻ, താൻ സ്നേഹിക്കുന്നവരെ എന്ത് വില കൊടുത്തും ചേർത്ത് പിടിക്കുന്നവൻ. അത്രയേറെ നല്ലവനായ ഒരാൾക്കൊപ്പം നമ്മുടെ നിത്യ അവൾക്ക് സന്തോഷം ഉണ്ടാവില്ലെന്ന് എനിക്ക് ആദ്യമേ തോന്നി. നിത്യയ്ക്ക് സ്വാർത്ഥതയുണ്ട്. അവൾ സ്നേഹിക്കുന്നവൻ അവളെ മാത്രം സ്നേഹിക്കണം. എപ്പോഴും അവളെ പൊതിഞ്ഞു പിടിച്ചു നടക്കണം, പുകഴ്ത്തി പറയണം. അവളെ കഴിഞ്ഞ് ഈ വ്യക്തിക്ക് മറ്റ് ആരും ഉണ്ടാകാൻ പാടുള്ളൂ. അവനും അവളും മാത്രമുള്ളൊരു ലോകം. അതാണ് നിത്യക്കിഷ്ടം. അതൊക്കെ നമുക്കും അറിയാം. പക്ഷേ അങ്ങനെയുള്ളവൾക്ക് ഒരിക്കലും കാർത്തികിന്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കാനാവില്ല. അവൾക്ക് പ്രണവാണ് ചേരുക. അവരാകുമ്പോൾ വിവാഹം കഴിഞ്ഞാൽ അവളുമായി മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം പോലും കഴിയാൻ താല്പര്യമില്ലെന്ന് അവനും. അപ്പോൾ അങ്ങനെയുള്ള 2 പേര് ചേരട്ടെ അമ്മേ. നമുക്ക് അവളുടെ സന്തോഷമല്ലേ വലുത്. ഇപ്പോൾ ഇത്തിരി വിഷമിച്ചാലും
പിന്നീട് അവൾ ഹാപ്പിയായിട്ട് ജീവിക്കും. കാർത്തികിനും അവന് വിധിച്ച പെൺകുട്ടിക്കും അവൻ്റെ അമ്മയ്ക്കും അപ്പം സന്തോഷത്തിൽ ജീവിക്കും. അങ്ങനെ വിശ്വസിക്കാം നമുക്ക്. അവരും ചേർത്ത് പിടിച്ചുകൊണ്ട് വിമൽ പറഞ്ഞു. അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ മനസ്സിൻ്റെ കോണിൽ എന്നും കാർത്തികിനെ മരുമകനായി കിട്ടാത്തതിൽ എനിക്ക് വിഷമവും ഉണ്ടാകും. അവനെ സ്നേഹിക്കും പോലെ പ്രണവിനെ സ്നേഹിക്കാൻ എനിക്കാകുമോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് താരത് പറഞ്ഞത്. അത് അമ്മ പറഞ്ഞത് ശരിയാണ്. ഭാര്യ മാത്രം മതി, അവളെ വീട്ടുകാരും വേണ്ടെന്നാകും മിക്കവാറും നിത്യയെ പോലെ പ്രണവം ചിന്തിക്കുക. വേദന നിറഞ്ഞൊരു ചീരിയുടെ പറഞ്ഞു വിമൽ. എന്നാൽ സാരില്ല, അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയട്ടെ, അത് മതിയല്ല നമുക്കും. ഉള്ളിലെ വിഷമം മടക്കി പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഡേറ്റ് എടുത്ത വിവരം നീത്തിയോട് പറയുന്ന മുകളിലേക്ക് പടികൾ കയറി താരാ. മുറ്റത്ത് നിൽക്കുന്ന ചെടികളെ പരിപാലിച്ചുകൊണ്ടുന്ന ഭാമയുടെ പിന്നാലെ ഓരോന്നും പറഞ്ഞ കുട്ടികളെ പോലെ നടന്ന ദിവ്യ. അവളുടെ പൊട്ടത്തരവും ചോദ്യങ്ങളും ഒക്കെ ചിരിച്ചു പോയി അവർ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്ന ദീപയുടെ മുഖം അമ്മയുടെയും മുള്ളിയും ആ സന്തോഷം കാണാൻ ഇരുണ്ടുപോയി. എന്താ ദീപ താമസിച്ചത്? കയ്യിലിരുന്ന ഹോസ് ദിവ്യയെ ഏൽപ്പിച്ചുകൊണ്ട് നനവ് പറ്റിയ കൈ സാരത്തുമ്പിൽ തുടച്ചിട്ട് അവൾക്കടുത്തേക്ക് വന്നവർ തിരക്കി. അത് ഞാൻ ബസ് താമസിച്ചു, എന്നും വരുന്ന ബസ് കിട്ടിയില്ല. അവിടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞിട്ട് വീർത്ത് അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ദിവ്യ ചെടികൾക്ക് നല്ലോണം നനച്ചു കൊടുത്തിട്ട് വാ കേട്ടോ, അപ്പോഴേക്കും അമ്മ ചായ എടുത്ത് വെക്കാം. ദീപ മുഖത്തേക്ക് നോക്കാതെ പോയത് ശ്രദ്ധിക്കാതെ വീടിനുള്ളിലേക്ക് പോകാൻ സിറ്റുള്ളിലേക്ക് കയറുമ്പോൾ ഭാമ പറഞ്ഞു. ആ. ദിവ്യ മോളിതും അവർ അകത്തേക്ക് പോയി. നീ ഫ്രഷ് ആയി വാ ദീപു, അമ്മ ചായ വെക്കാം. തനിക്ക് മുന്നേ കയറി പോകുന്നവളോടും കൂടെ പറഞ്ഞിട്ടാണ് ഭാമ ചായ വെക്കാനായി അടുക്കളയിലേക്ക് കയറിയത്. പൈപ്പ് മടച്ച് അവർക്ക് പിന്നാലെ ഓടിക്കയറി വന്ന ദിവ്യയെ. അവളെ ഓട്ടം കണ്ട് ഒരു നിമിഷം നിന്നു ദീപ. അച്ഛൻ പറഞ്ഞ പോലെ അമ്മ ദിവ്യയ്ക്ക് വേണ്ടി അപ്പുവേട്ടൻ നോക്കൂ. ദിവ്യയാണെങ്കിൽ ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഏത് നേരവും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒപ്പമാണ്. എനിക്ക് അച്ഛനുണ്ടല്ലോ, അവൾക്കല്ലേ ആരുമില്ലാത്തത്. അപ്പുവേട്ടനാകുമ്പോൾ ദിവ്യ നന്നായി നോക്കും എന്നൊക്കെ ഓർത്ത് അമ്മ അവരെ ചേർത്ത് വെക്കോ. അങ്ങനെ എങ്ങാനും ചെയ്താൽ അച്ഛൻ പറഞ്ഞതുപോലെ വീടും സ്വത്തും ബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ഞാനും അച്ഛനും മാത്രം ഒറ്റപ്പെട്ടു പോകും. ഇല്ലമ്മ, അങ്ങനെ ചെയ്യില്ല. അമ്മയ്ക്ക് ഞാനും ദിവ്യയും ഒരുപോലെ തന്നെയല്ലേ? ഇതുവരെയും അങ്ങനെയല്ലേ അമ്മ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. മാറി മറയുന്ന ചിന്തയുടെ മുറിയിൽ കയറി വാതിലടച്ച ദീപയ്ക്ക് എന്തിനോ കരച്ചിൽ വന്നുപോയി. ദിവസങ്ങൾ മെല്ലെ ആഴ്ചകളിലേക്ക് കടന്നു പോകെ നിത്യയുടെയും പ്രണവിൻ്റെയും വിവാഹം വലിയ ആർഭാടത്തോടെ വലിയൊരു കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ അരുൺ മെല്ലെ നടക്കാൻ തുടങ്ങി. ഇതൊക്കെ മറ്റുള്ളവരുടെ സന്തോഷമായിരുന്നെങ്കിൽ ശിവോദയത്തിലെ സന്തോഷം കുഞ്ഞിപ്പെണ്ണ് കമിഴ്ന്ന് തുടങ്ങിയതായിരുന്നു. അപ്പുവിൻ്റെ പൊന്നൂസ് വലിയ പെണ്ണായോടി കമിഴ്ന്ന് വീടും. ഇനിയിപ്പം നമ്മൾ പാപ്പൻ ചിഞ്ഞി ടാറ്റ പോകും. കമിഴ്ന്ന് വീണ കുഞ്ഞിപ്പെണ്ണിനെ നെഞ്ചിൽ എടുത്ത് കിടത്തിക്കൊണ്ട് അപ്പു അധികം വാത്സല്യത്തോടെ കൊഞ്ചിച്ചു കൊണ്ടിരുന്നു. മിഴിപ്പെണ്ണാവട്ടെ അപ്പു പറയുന്ന കേട്ട് വാ തുറന്ന് ചിരിക്കുന്നപ്പം തേനൊഴുക്കി അവനെ നെഞ്ചിൽ നനച്ചുകൊണ്ടിരുന്നു. അപ്പുവിൻ്റെ കുഞ്ഞിപ്പെണ്ണെന്താ പറയുന്നേ? അവിടെ കളിച്ചിരി കണ്ട് അടുത്ത് വന്നിരുന്ന ഉഷ ചോദിച്ചു. അവിടെ ഒച്ച കേട്ട് ശ്രദ്ധിച്ചെങ്കിലും മെല്ലെ അപ്പുവിൻ്റെ നെഞ്ചിൽ അവൾ കവൾ ചേർത്ത് കിടന്നു. ആ പൈതൽ ശിവ എവിടെ അമ്മ? അമ്മയ്ക്കൊപ്പം അവളെ കാണുന്നിട്ട് അപ്പു ചോദിച്ചു. അവൾ കുളിക്കാൻ കയറിയതാടാ. അപ്പുവിൻ്റെ തലയിൽ തലോടിക്കണ്ടവർ പറഞ്ഞു. അമ്മയ്ക്ക് എന്തൊരു വിഷമം പോലെ. സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും മുഷിയുടെ മുഖത്തെ വാട്ടം കണ്ടിട്ട് അപ്പു തിരക്കി. നിന്റെ ഇഷ്ടം എത്രയും പെടുന്നു നീ അവളോട് തുറന്ന് പറയണം അപ്പു. അവിടെ വിജയനും ദീപയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ കാണാം. അവിടെ എന്തിനാ അപ്പു പ്രശ്നം? നിന്റെ വിവാഹം എല്ലാവരെയും വിളിച്ചുകൊണ്ട് നന്നായിട്ട് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ട് പഞ്ചായത്തിൽ പോയി വിവാഹം രജിസ്റ്ററും കൂടെ ചെയ്താൽ മതിയെന്നാണ് എനിക്ക്. അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ പിന്നാലെ ദീപ വരില്ലല്ലോ. ഉഷ വിഷമത്തോടെ പറഞ്ഞു. അമ്മ ഇത് എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ ഉടനത് അംഗീകരിക്കാനും പെട്ടെന്നൊരു വിവാഹത്തിന് സമ്മതിക്കാനും പറ്റിയ മാനസികാവസ്ഥയിലാണ് അവൾ. ഇനിയിപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് മുതൽ അവളോടുള്ള ഇഷ്ടമുണ്ടായിരുന്നെങ്ങാനും ഞാൻ പറഞ്ഞാൽ അവൾ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ല. അറിയാലോ, കാന്താരിമുളകിൻ്റെ സ്വഭാവം ഇപ്പോൾ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് ഒന്നും അമ്മ കണക്കാക്കണ്ട. എന്തൊക്കെ ഓർമ്മകൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പു. അങ്ങനെയല്ല അപ്പു, ദീപുവിനെ നിന്നെ കൊണ്ട് കെട്ടിക്കണമെന്നും പേരും പറഞ്ഞ് വിജയനവിടെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ആദ്യമൊക്കെ മാറി ചിന്തിച്ച ദീപ ഇപ്പോൾ അച്ഛൻ്റെ ഒപ്പം കൂടിയെന്നാണ് ദിവ്യ പറഞ്ഞത്. നമുക്ക് വിഷമം തോന്നിയാലെന്നോർത്താവും ഭാമ എന്നോടൊന്നും പറഞ്ഞില്ല. ദിവ്യ എന്താ അമ്മയോട് പറഞ്ഞത്? ഉഷ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ട് കിടന്നവൻ മിഴിക്കുഞ്ഞിനെ പൊക്കിയെടുത്തുകൊണ്ട് എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. അത് ഭാമ നമ്മളോട് സംസാരിച്ച് നിന്നെ കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്നും വിജയൻ പറഞ്ഞെന്ന്. നീ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ജീവൻ കളയുമെന്ന് ദീപയും പറഞ്ഞെന്ന്. ഞാൻ പറയുന്നത് പെട്ടെന്ന് നിന്നെ വിവാഹം നടത്തണം അപ്പോ. അവരിനി ഒരു ആലോചനയുമായിട്ട് ഇങ്ങ് വരും മുൻപ് നിന്റെ വിവാഹം നടക്കണം. അമ്മ സംസാരിക്കട്ടെ അവളോട്. അപ്പുവിൻ്റെ മറുപടി അറിയാൻ ആകാംക്ഷയുടെ അവനെ നോക്കി ഉഷ.
അതൊന്നും ശരിയാവില്ലമ്മ. അവൾ എൻ്റെ ശിവ, അവള് എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, അതെനിക്കറിയാം. അമ്മ വിവാഹക്കാര്യം പറയുമ്പോൾ അവൾക്ക് വിഷമമാകും. അപ്പോൾ വല്ലായ്മയോടെ പറഞ്ഞു, എല്ലാം ശരിയാകും. അപ്പോൾ നിന്റെ മനസ്സിലെ പ്രണയം അത് നീ പിന്നീട് എപ്പോഴെങ്കിലും അവളോട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇതൊരു ആലോചന പോലെ ഞാൻ അവളോട് പറയാൻ മോനെ, ഇല്ലെങ്കിൽ എന്തൊക്കെയോ വലിയ അനർത്ഥം സംഭവിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ഉഷ പറഞ്ഞു, എനിക്കെന്തോ അമ്മ ചോദിച്ചാലും അവൾ വേണ്ടെന്ന് പറയും എന്നൊരു തോന്നൽ. ഇപ്പോൾ ആണെങ്കിലും അവളെന്നെ മനസ്സിലാക്കും എന്നൊരു പ്രതീക്ഷയെങ്കിലും എനിക്കുണ്ട്. ഇനിയിപ്പോൾ അമ്മ അവളോട് ചോദിച്ചിട്ട് എന്നെ അങ്ങനെ കണ്ടില്ല, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കാനാകുമോ? അപ്പോൾ ആശങ്കയും വിഷമമൊക്കെ കൂടിക്കുഴഞ്ഞ ഭാവത്തിൽ തിരക്കി. അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നമുക്കത് അവിടെ വിട്ടേക്കാം മോനെ, നീ വിഷമിക്കാതിരുന്നാൽ മതി. എൻ്റെ വിഷമം അത് ഞാൻ സഹിച്ചോളാം. ഞാൻ തീരുമാനിച്ചു അവളോട് സംസാരിക്കാൻ. പറഞ്ഞുകൊണ്ട് ആലോചനയോടെ ഒരു തീരുമാനമെടുക്കാനാവാതെ ഇരിക്കുന്ന അപ്പുനെ ഒന്നുകൂടെ നോക്കി ഉഷ എഴുന്നേറ്റ് ശിവയുടെ മുറിയിലേക്ക് പോയി.